ഓരോ കാര്യങ്ങളുടെയും മോശം വശങ്ങൾ കാണുന്നതിനാണ് പലർക്കും താല്പര്യം. അത് കുട്ടികളടക്കം നമ്മൾ അവരെ അങ്ങനെയാണ് ശീലിപ്പിച്ചു വരുന്നത്. ഉദാഹരണത്തിന്, ഒരു ദിവസം ക്ലാസ്സിലൊരു അധ്യാപകൻ കുറേ പേപ്പറുമായിട്ട് വരികയാണ്. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കെല്ലാം പരിഭ്രാന്തരായി. അവർ പറഞ്ഞു, യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്നൊരു പരീക്ഷയോ? അപ്പോൾ അധ്യാപകൻ പറഞ്ഞത്, അത് സാരമില്ല, സിമ്പിളായിട്ടുള്ള എക്സാമാണ്, എല്ലാവരും റെഡി ആയിക്കൂ. പെട്ടെന്ന് തന്നെ ഈ ടീച്ചർ എല്ലാവർക്കും പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിൽ ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ആ വൈറ്റ് പേപ്പറിൻ്റെ സെൻട്രൽ ഭാഗത്ത് നടുഭാഗത്തായിട്ടൊരു കറുത്ത ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അധ്യാപകൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ പേപ്പറിൽ എന്ത് കാണുന്നോ അതേക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക ആ പേപ്പർ നിറയെ. എല്ലാ കുട്ടികളും വളരെ വിശദമായിട്ട് എഴുതാൻ തുടങ്ങി. ചിലരൊക്കെ അതിൻ്റെ സൈസ് മെഷർമെൻറ്റ് എടുത്ത് വിശദീകരിച്ചു. ചിലർ അതിൻ്റെ നിറത്തെക്കുറിച്ച് വർണ്ണിച്ചു. എല്ലാവരും ആ കറുത്ത ഡോട്ടിനെ കുറിച്ച് ധാരാളം എഴുതി. അവസാനം പേപ്പറെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം ഈ അധ്യാപകൻ ഓരോ പേപ്പറും വായിച്ചു. ഒരൊറ്റ കുട്ടി പോലും ആ പേപ്പറിലെ കറുത്ത ഡോട്ടിനെ കുറിച്ചല്ലാതെ എഴുതിയിട്ടില്ല. കാരണം അവരെല്ലാം കണ്ടത് ആ കറുത്ത ഡോട്ട് മാത്രമാണ്. കാരണം വിശാലമായ വെള്ള പേപ്പറിനെ മറ്റാരും ശ്രദ്ധിച്ചില്ല. പലപ്പോഴും നിങ്ങളുടെ ലൈഫിലും എൻ്റെ ലൈഫിലും എല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുക. പ്രോബ്ലംസ് എവിടെ ഉണ്ടോ അതിനെ ഫോക്കസ് ചെയ്ത് അതേക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ വിശകലനം ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമുക്കുള്ളത്. ഇത് സക്സസ്സിന് ഏറ്റവും തടസ്സമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വിജയം വേണോ, നിങ്ങൾ വിശാലമായി കാണുക, പ്രോബ്ലംസിനെ മാത്രം കാണാതിരിക്കുക. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വിജയിക്കാനേ കഴിയില്ല. കാരണം അത് നമ്മുടെ ട്രെൻഡാണ്. നമ്മുടെ ലൈഫിൽ നിങ്ങൾക്കും എനിക്കും എല്ലാം ഉള്ള ഒരു നേച്ചറാണത്. കാരണം ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ വളരെ വിശാലമായിട്ട് കണ്ടുകൊണ്ട് അതിനെ വീണ്ടും വീണ്ടും നമ്മൾ വിലയിരുത്തിക്കൊണ്ട് പോവുക. അതിനെ നല്ല വശങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ഒരു നിന്ന് കിടക്കുന്ന ക്ലോക്ക് പോലും, ഒരു ഡെഡായ ക്ലോക്ക് പോലും അതൊരു ദിവസം 2 തവണ ശരിയായ രീതിയിലുള്ള സമയം നമ്മൾ കാണിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് വശമാണ് അതിൻ്റെ. അതാരും നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് നല്ല വശങ്ങൾ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ഡയറക്ഷനിൽ നിങ്ങളുടെ കുട്ടികളെയും ന്യൂ ജനറേഷനെയും എല്ലാം നമ്മൾ അതേ രീതിയിൽ വഴിതിരിച്ചു വിടുക. നല്ല ആത്മാർത്ഥതയുള്ള പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നല്ല ചിന്തകൾ ഉപകരിക്കട്ടെ. മറ്റൊരു ചിന്തയുമായി വീണ്ടും കാണാം. ബൈ.